ബോസ് വീട്ടിലെ പുതിയ ടാസ്ക് സ്വേച്ഛാധിപതികൾ. ഇത് 3 ഘട്ടമായിട്ടായിരിക്കും ബിഗ് ബോസ് വീട്ടിൽ ഈ ടാസ്ക് നടക്കുക. ഒന്നാമത്തെ ടാസ്ക് എന്ന് പറയുന്നത് ഗാർഡൻ ഏരിയയിൽ 15 പേരും 15 കാൽപ്പാടുകളിലായി നിൽക്കണം. ക്യാപ്റ്റൻ മാത്രം അടയാളപ്പെടുത്തിയിരിക്കുന്ന ചുവന്ന ബോക്സിൽ നിൽക്കണം. ആദ്യഘട്ടത്തിൽ 15 പേരിൽ നിന്നും 6 പേരെ തിരഞ്ഞെടുക്കുക എന്നതാണ് ടാസ്ക്. സ്വേച്ഛാധിപതികളാകാൻ ആഗ്രഹിക്കുന്നവർ പോഡിയത്തിന് മുമ്പിൽ വന്നു നിൽക്കുക. ബാക്കിയുള്ള മത്സരാർത്ഥികളെല്ലാവരും ചേർന്ന് ഒരു ചോദ്യം ആ സ്വേച്ഛാധിപതിയാകാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയോട് ചോദിക്കുക. ഇതിന് കൃത്യമായും വ്യക്തമായും മറുപടി നൽകുക. 3 മിനിറ്റ് സമയമായിരിക്കും ഇതിന് ബിഗ് ബോസ് അനുവദിക്കുക എന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ രേണു ചേച്ചിയാണ് വരുന്നത്. രേണു ചേച്ചിയോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് നമ്മുടെ അഭിലാഷ് ആണ്. രേണു ഇവിടെ വന്നിട്ട് ഒരുപാട് കരയുന്നുണ്ട്. എല്ലാ ദിവസവും ഇവിടെ നിന്ന് പോകണം എന്ന് പറയുന്നുണ്ട്. ഇതൊരു ഗെയിം സ്ട്രാറ്റജി ആയിട്ടാണോ ചേച്ചി ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ഒരിക്കലുമല്ല. എൻ്റെ മനസ്സിൽ ഒരുപാട് സന്തോഷവും കരുണയും ദയയും ഉള്ളൊരു സ്ത്രീയാണ് ഞാൻ. അതേപോലെ തന്നെ അതിലുപരി മാതൃസ്നേഹമുള്ളൊരു സ്ത്രീയാണ്. എനിക്ക് ഒരുപാട് വിഷമമുണ്ടായിരുന്നു. ഇന്ന് ബിഗ് ബോസിനോട് സംസാരിച്ചതിന് ശേഷം എവിടെ നിന്നാണെന്ന് എനിക്കറിയില്ല, നല്ലൊരു ധൈര്യം എനിക്ക് വന്നു. ഇവിടെ വന്നിരുന്ന് സംസാരിക്കാൻ, ഇത്രയും പേരുടെ മുമ്പിൽ നിന്ന് സംസാരിക്കാൻ എനിക്കൊരു അവസരം കിട്ടിയത് തന്നെ വലിയ ഭാഗ്യമായി ഞാൻ കരുതുന്നു. 100% ഉറപ്പൊന്നും ഞാൻ പറയുന്നില്ല. സ്വേച്ഛാധിപതി ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യും. എനിക്ക് കുറച്ച് കരുണയും സ്നേഹവും കൂടുതലായതുകൊണ്ട് 100% ഞാൻ സ്വേച്ഛാധിപതി ആകുമെന്ന് പറയുന്നില്ല എന്നാണ് രേണു പറഞ്ഞത്.